നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാ അച്ഛന്റെ ആഗ്രഹമല്ല, പരിഹാരം. അതങ്ങ് നടക്കട്ടെ. ഇത് ത്യാഗമായി തന്നെ വേണം കാണാൻ. അച്ഛന്റെ സന്തോഷങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഒരു തരം ത്യാഗം. അതല്ലെങ്കിൽ റാണിയെ പോലൊരു വലിയ തട്ടിപ്പുകാരിയെ അച്ഛൻ മകളായി അംഗീകരിക്കോ? അജുവേട്ടാ, ഒക്കെ നമുക്ക് വേണ്ടിയാ. നമുക്ക് വേണ്ടിന്ന് വെച്ചാ എനിക്കും അജുവേട്ടനും നമ്മുടെ മോൾക്കും വേണ്ടി. നമുക്ക് അച്ഛന്റെ തീരുമാനം സന്തോഷത്തോടെ അംഗീകരിക്കാം അജുവേട്ടാ. നേരത്തെ ഞാൻ കരുതി അമ്മയോടൊന്ന് വിളിച്ചു ചോദിക്കാന്ന്. പക്ഷെ വേണ്ട. എനിക്കിത് അറിഞ്ഞാ മതി. താനീ ആഗ്രഹിക്കുന്നത് അച്ഛൻ്റെ ഒപ്പം നിൽക്കണമെന്നാണെങ്കിൽ ഞാനും തനിക്കൊപ്പം നിൽക്കുന്നു. നമുക്ക് അച്ഛനൊപ്പം നിൽക്കാം. ആനന്ദേ, ഞാനൊന്ന് പറയട്ടെ. താൻ ഇനി ഒന്നും പറയണ്ട. നമുക്ക് കോടതി കാണാം. താനൊരു വക്കീലല്ലേ? അവിടെ പ്രതിക്കൂട്ടിൽ നിന്ന് താൻ വേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വശം ഒന്ന് അവതരിപ്പിച്ചോട്ടെ. കോടതി ഭാഷയൊന്നും ഇവിടെ വേണ്ട. തന്റെ വശങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഈ വീട്ടിൽ തനിക്ക് ഒരു ബന്ധുക്കളും ഇല്ല. പുറത്തു പോ. മാധുരി, നീയെങ്കിലും എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. നന്ദേട്ടന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണമെന്ന് അല്ലേ? ഞങ്ങളുടെ അവസ്ഥ നന്ദേട്ടനാ മനസ്സിലാക്കേണ്ടത്. വലിയൊരു ആദർശ വക്കീലാണ് പോലും. നന്ദേട്ടൻ ഇടുന്ന വേഷത്തിന്റെ നിറം തന്നെ ആ മനസ്സിലും കറുപ്പ്. എന്നിട്ട് നിന്ന് പറയുന്ന കേട്ടില്ലേ, വശം കേൾക്കണമെന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾക്കൊന്നും കേൾക്കണമെന്നില്ല. ഒരു കഥയുണ്ടാക്കി വന്നേക്കുന്നു. കമ്മീഷണർ ഹേമയന്തന്റെ മുന്നിൽ നിർത്തി താൻ കളിക്കുന്ന നാടകം ഇതൊക്കെ. മനുഷ്യ, ഒരു കല്യാണം കൂടി കഴിക്കണമെന്ന് വയസ്സാം കാലത്ത് പൂതി ഉണ്ടെങ്കിൽ അത് തുറന്നു പറ. ഇതിപ്പോ പുതിയൊരു കല്യാണമൊന്നും അല്ലല്ലോ നന്ദേട്ടാ. എല്ലാവരെയും പറ്റിച്ച് പണ്ടേ നടത്തിയതല്ലേ. ഒരു മോളും കൂടെ ഇല്ലേ, ഭൂലോക ക്രിമിനലായിട്ടൊരു മോള്, റാണി. കൊള്ളാൻ നന്ദേട്ടാ, അംഗീകരിക്കാൻ പറ്റിയ മോളാ. ഒരു മാളികയൊക്കെ പണിയിച്ച് ബാല്യക്കാരെയൊക്കെ വെച്ച് ഒരു പല്ലക്കും സപ്രമഞ്ച കട്ടിലും ഒക്കെ ഒരുക്കി പുതിയ തമ്പുരാട്ടിയും ഇളയ രാജകുമാരിയായിട്ട് അങ്ങ് വാഴിക്കേ. അതിനേട്ട ഞങ്ങളുടെ അഭിപ്രായം ചോദിക്കണ്ട. ഇറങ്ങി പോടാ അവിടുന്ന്. ഞാനൊന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു, ഇനി ഈ മുറിയിൽ നിന്നാൽ എന്റെ സമനില തെറ്റും. ഇറങ്ങിപ്പോ. മധു, നന്ദേട്ടാ, നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, റാണിയുടെ അഞ്ജനയുടെ കാര്യം, അത് പറയാനാണ് വന്നതെങ്കിൽ നന്ദേട്ടൻ സംസാരിക്കണ്ട. എനിക്കത് കേൾക്കാൻ വേണ്ട. നന്ദേട്ടൻ വല്ല അമേരിക്കൻ പ്രശ്നമോ ആഗോള താപനമോ പറ, നമുക്ക് കുറെ നേരം സംസാരിക്കാം. എനിക്കറിയാം, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്റെ അവസ്ഥ. ഹേ, ഭയങ്കര സന്തോഷം. നന്ദേട്ടൻ വന്നത് നല്ല സന്തോഷമുള്ള വാർത്തയായിട്ടല്ലേ? എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. നന്ദേട്ടൻ ഇങ്ങനെ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ എങ്ങനെ പെരുമാറാൻ കഴിയുന്നു? പാവന്റെ അരുണിമ ചേച്ചി ജീവിതത്തിൽ എത്ര വർഷം ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴല്ലേ ഒരു കുടുംബത്തിന്റെ സന്തോഷം അറിഞ്ഞു തുടങ്ങിയത്. ആ പാവത്തിനോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നന്ദേട്ടൻ എങ്ങനെ തോന്നി? മനസാക്ഷി എന്ന് പറയുന്ന ആ സാധനം നന്ദേട്ടൻ ഇല്ലാതെ പോയല്ലോ. മധു, എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെയുള്ള ഡയലോഗൊന്നും കേൾക്കണ്ട നന്ദേട്ടാ. നന്ദേട്ടൻ നല്ല സൂത്രക്കാരനാ. നല്ല പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ നീക്കിയത്. കൃത്യസമയത്ത് അങ്ങ് പൊട്ടിച്ചു. നന്ദേട്ടനോടൊരു കാര്യം പറയാം. നന്ദേട്ടൻ വലിയ വക്കീലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാം. അരുണിമ ചേച്ചിയുടെ കണ്ണീന്ന് ഇനി ഒരു തുള്ളി കണ്ണുനീർ പോലും വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഉറപ്പാ. എവിടെ പോവാ? മുഴുവൻ പറഞ്ഞിട്ടും കേട്ടിട്ടും പോയാ മതി. അല്ല, ഈ കമ്മീഷണർ ഇപ്പൊ എവിടെയുണ്ട്? റാണി ഇപ്പൊ എവിടെയുണ്ട്? റാണി ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. മധു,
ഞാൻ പറഞ്ഞില്ലേ, കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാനിതൊക്കെ ചെയ്യുന്നേ. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വല്ല ഇൻഷുറൻസ് പോളിസി എടുത്തു തന്നാ മതിയായിരുന്നു. ഞാൻ എന്തു പറയാനാ? എന്തു പറയാനാണെന്ന് ചോദിച്ചാൽ പറയാനൊന്നുമില്ല. അതാണ് വാസ്തവം. നന്ദേട്ടാ, നന്ദേട്ടൻ എന്താ സംഭവിച്ചത്? നന്ദേട്ടൻ എന്താ ആലോചിച്ചു കൂട്ടിയത്? പൂജയുടെ കുട്ടിയുടെയും കാര്യത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? പറഞ്ഞില്ലേ, എല്ലാം ആലോചിച്ചിട്ടാ ചെയ്യുന്നേന്ന്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചാ മതി. ഞാനിത് സമ്മതിച്ചില്ലെങ്കിൽ ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കും. ആ കമ്മീഷണറെ ഞാൻ അറിയുന്ന പോലെ മറ്റാർക്കും അറിയില്ല. സ്വന്തം കാര്യം സാധിക്കാൻ അയാൾ ഏതറ്റം വരെയും പോകും. ഇനിയിപ്പോ അയാൾക്ക് വേണ്ടത് ചെയ്യുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല മധു. 2 ഭാര്യമാരുമായി ജീവിക്കാന്ന് വെച്ചാൽ അപവാദം വരും. സഹിക്കല്ലാതെ നിവൃത്തിയില്ല. അനുഭവിക്കുന്നവരൊക്കെ അറിയും മധു അതിന്റെ വേദന. പുറത്തു നിൽക്കുന്നവർക്കൊക്കെ എന്തും പറയാം, തെറ്റും ശരിയൊക്കെ എളുപ്പത്തിൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷേ ഞാനിപ്പോ ചെയ്യുന്നതിന്റെ ശരി തെറ്റാണെന്ന് നിങ്ങൾ കാണുന്നു. എനിക്കാണെങ്കിലോ ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ശരിയാണ്. ഏട്ടാ, തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നന്ദേട്ടാ. എനിക്കെന്തോ ഈ പറഞ്ഞ ന്യായങ്ങളൊന്നും വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല. മധു, എനിക്കിനി ഒന്നും പറയാനില്ല. സത്യത്തിൽ നിങ്ങളുടെ അനുവാദം വാങ്ങാൻ വന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. നന്ദേട്ടൻ പറഞ്ഞതുപോലെ ആ തെറ്റ് ഞങ്ങൾക്ക് ശരിയാ. വാങ്ങളെ അർജുൻ, പൂജമോളെ, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നത് നിങ്ങളങ്ങ് മറന്നേക്കുക. സോറി, ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു. മോളെ, ഞാനങ്ങ് വീട്ടിലേക്ക് പോവാണെന്ന് പറയാനാ വന്നത്. അച്ഛാ, വേണ്ട മോളെ, അച്ഛൻ പോവാ. സത്യത്തിൽ ഞാൻ ഒരുപാട് നാണം കെട്ട് നിൽക്കുക. ഭൂമി പിളർന്നങ്ങ് താഴോട്ട് പോയാലോ എന്ന് വിചാരിച്ചു. മകളുടെയും മരുമകന്റെയും മറ്റു ബന്ധുക്കളുടെയും മുമ്പിൽ ഇങ്ങനെ സ്വയം ചീപ്പാവുന്ന കാര്യം അവതരിപ്പിക്കുക. പക്ഷെ വേറെ നിർവാഹമില്ല മോളെ. അച്ഛനെ ഞാനും അജുവേട്ടനും മനസ്സിലാക്കുന്നുണ്ട് അച്ഛാ. അച്ഛൻ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുന്നതും എനിക്ക് വേണ്ടിയായിരുന്നു. ഇപ്പൊ ഇങ്ങനൊന്ന് ചെയ്യുന്നതും എനിക്ക് വേണ്ടി തന്നെയാവും. അതുകൊണ്ട് തന്നെ ക്ഷമ ചോദിക്കേണ്ടത് ഞാൻ അച്ഛനോടാ. എന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഞാൻ അച്ഛനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതില് സത്യമായിട്ടും എന്റെ മോൾക്ക് വിഷമം തോന്നുന്നില്ലേ?